CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രോത്സവം പള്ളിവേട്ട ഭക്തിസാന്ദ്രം. ഗജവീരന്മാരുടെയും കൃഷ്ണനാട്ടവേഷങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രമതിൽക്കകം വിട്ട് പുറത്തേക്കിറങ്ങി. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവു മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനം. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് വിശദീകരണ പൊതുയോഗം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആരോഗ്യ ശുചിത്വ മേഖലയ്ക്ക് ഊന്നൽ നൽകി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക ബജറ്റ്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി ബജറ്റ് അവതരിപ്പിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ പള്ളിക്കു സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികരായ ചിറ്റാട്ടുകുര നാലുപുരക്കൽ വീട്ടിൽ സന്ദീപ് അതിഥി തൊഴിലാളിക്കുമാണ് പരിക്കേറ്റത്. ഗുരുവായൂർ മമ്മിയൂർ ജംഗ്ഷനു സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം സ്വദേശികളും സഹോദരങ്ങളുമായ അജയ്, വിജയ്, വടക്കേക്കാട് സ്വദേശിയായ അജ്മൽ, ഗുരുവായൂർ സ്വദേശി അഭിശാന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ സജ്ജമാക്കിയ കേരള നോളജ് എക്കോണമി മിഷൻ ജോബ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. പൊന്നിയൂർകുളം ഉപ്പുങ്ങലിലെ ഉപതോട് കയ്യേറി സ്വകാര്യ വ്യക്തി നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചു നീക്കാനാവശ്യപ്പെട്ട് പൊന്നിയൂർകുളം പഞ്ചായത്ത് നോട്ടീസ് നൽകി. ഫോൺ വന്നതിനെ തുടർന്ന് റോഡരികിൽ ബൈക്ക് നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കെ കാർ ബൈക്കിലിടിച്ച് പോലീസുകാരന് പരിക്ക്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ചന്ദ്രനാണ് പരിക്കേറ്റത്. തറാവീഹ് നമസ്കാരത്തിനായി പള്ളിയിലെത്തിയയാളുടെ ബൈക്കിൽ നിന്ന് പെട്രോൾ ചോർത്തിയതായി പരാതി. പുന്നയൂർ വെട്ടിപ്പുഴ മസ്ജിദ് റഹ്മയിലെത്തിയ മുക്കണ്ടത്ത് ഇബ്രാഹിമിന്റെ ബൈക്കിൽ നിന്നാണ് പെട്രോൾ ചോർത്തിയത്. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പൊന്നിയൂർകുളം പഞ്ചായത്ത് പരിധിയിലെ കടകളിലും ഹോട്ടലുകളിലും പരിശോധന നടത്തി. ദീപിക എക്സലൻസ് അവാർഡ് കരസ്ഥമാക്കിയ കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സണ് വ്യാപാര ഭവനിൽ ഊഷ്മളമായ സ്വീകരണവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറാന ദേവാലയത്തിൽ കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ യൗസേപിതാവിന്റെ മരണത്തിരുനാൾ ആഘോഷവും സംഘടനയുടെ പതാക ദിനവും ആഘോഷിച്ചു. എരുമപ്പെട്ടി മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദർ ദിനത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തി. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി മധ്യസ്ഥനായ യൗസേപിതാവിന്റെ മരണത്തിരുനാളിനോടനുബന്ധിച്ച് KLM പതാക ദിനാഘോഷവും തൊഴിലാളി സംഗമവും സംഘടിപ്പിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് തൃശൂർ ജില്ലാതല ICDS സെല്ലിന്റെ നേതൃത്വത്തിൽ പരിശീലന പരിപാടി നടത്തി. ഗുരുവായൂർ സെക്യുലർ ഹാളിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. എടയൂർ സമീക്ഷ UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും പുതിയ കമ്മിറ്റി രൂപീകരണവും നടത്തി. കമ്മ്യൂണിസ്റ്റ് ആചാര്യനും ഐക്യ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായ EMSന്റെ 27ാം ചരമവാർഷിക ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കടവലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് വിതരണോദ്ഘാടനവും ദ്വിഭാഷാ ആരോഗ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.